നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം മലമ്പുഴ. കൊല്ലങ്കോട് പോണോ മലമ്പുഴ പോണോ വെച്ച് കഴിഞ്ഞാൽ മലമ്പുഴ ആയിരിക്കും ഒന്നുകൂടി ഉചിതം അല്ലേ? കൊല്ലങ്കോട് പോണം. പിന്നെ ഈ ക്ലൈമറ്റിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. വരുമ്പോ നോക്കി നോക്കാം. അപ്പൊ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മലമ്പുഴ പിടിക്കാം. അവിടുന്ന് പിന്നെ ആലോചിക്കാം വേറെ എവിടേക്ക് പോകണമെന്നില്ല. വേറെ പ്രസിദ്ധപ്പെട്ടിരിക്കാണ്. അതായത് ഞങ്ങള് കോട്ടക്കൊണ്ട് അങ്ങോട്ട് വന്നിക്കണേ മഴ പെയ്യുന്നൊക്കെ ഇരുത്തിക്കാണ്ട്. പക്ഷെ മഴയൊന്നുമില്ല. ഇവിടെ വൻ ചൂടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചൂടുണ്ട് അല്ലേ? ചൂട് കൊള്ളായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടണ്ടായിരിക്കും. മഴ കൊള്ളായിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇടാൻ പറ്റൂല. ഈ അവിടെ പോയി കഴിഞ്ഞ് ഭാഗ്യമുണ്ട്, ചിലപ്പോൾ മഴ കിട്ടിക്കഴിഞ്ഞാൽ രസം ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല ചൂടാണ്. കുട്ടികളെ ഇങ്ങോട്ട് ഇരുന്നല് ആകെ ടാസ്കായി. ഇനിയിപ്പോ പോട്ടെ, ചൂട് കൊള്ളായിരിക്കാൻ വേണ്ടി കണ്ട് ഇടാം. അല്ല അപ്പൊ എന്താ കാണുമ്പോ നല്ല രസമുണ്ട്, വ്യൂസ് ഉണ്ട്, നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. അതെ, നമ്മളിപ്പോ മലമ്പുഴക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നേരെ കൊല്ലങ്കോട് പിടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അത് തീരുമാനമായിട്ടില്ല. അത് ഞങ്ങളെ ഇവിടുത്തെ ഒരു മൂടനുസരിച്ച് കണ്ടിരിക്കും അല്ലേ? മലമ്പുഴ അതിന് നിർത്തും ഞങ്ങൾ. പക്ഷെ നല്ല ചൂടുണ്ട് ഇവിടെ, നല്ല ചൂടുണ്ട്, കുഴപ്പമില്ലാത്ത ചൂടുണ്ട്. ടാസ്കാ. പക്ഷെ നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി രസമാണ്. റോഡൊക്കെ നല്ല രസമാണ്. അടിപൊളി കാണാന്. അനുകൂലമായിട്ട് വരുന്നു അല്ലേ? ക്ലൈമറ്റ് ആവും തോന്നുന്നു. ചിലപ്പോ അനുകൂല്യമാവാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ വിഷയമല്ല, ചിലത് തരാം ചിലത് തരാമില്ല. വണ്ടിയിലാകെ ഒറ്റ കൊട എടുത്തിക്കണത്. ഞമ്മക്കതിന് മഴ ഉള്ളിൽ നടക്കൂലേ? നമുക്ക് മഴ ഉള്ളിൽ നടക്കൂലെന്നല്ല, ഓലപ്പം പോരാണെന്നുണ്ടെങ്കിൽ മഴ ഉണ്ടെങ്കിൽ മഴ കൊള്ളാതെ പോകേണ്ടിരിക്കും. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ പക്ഷേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കൂടി രസമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ചേച്ചിന്റെ ജീവിതം എന്ന് പറയാൻ ചേച്ചി അങ്ങനത്തെ ജീവിതം ജീവിച്ചോണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ രസത്തിൽ ഇങ്ങനെ വേറെ ഒന്നുമില്ല, ടെൻഷൻ ഇല്ല, പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല. അനക്കിപ്പോ എന്താ പ്രഷർ? ഇപ്പം നാളെ പോവാണ്. നാളെ അല്ല, എന്നാ പോണു? ഞാൻ മറ്റന്നാ പോകും. മറ്റന്നാ ഞായറാഴ്ച പോവാണ്. അപ്പൊ അതിന്റേതായ പ്രഷർ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് പോണീന്റെ ഒരു ദുബായിലാണ്. ഞങ്ങളൊക്കെ പുറത്തുള്ള ആളുകൾ തന്നെയാണ്. അത് കാണിച്ചു. ഇതാണ് തനി. ഇത് എന്ത് തന്നെ നമ്മള് ഏട്ടനെ കണ്ടില്ലേ? ഏട്ടൻ ചേച്ചികളെ നോക്കാൻ വന്നിരിക്കും. നോക്കാൻ കഥ തന്നെ എനിക്ക് പറയല്ലേ, വേറെ ഒന്നും പറയാല്ല. നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളി രസമുണ്ട് കാണാന് അല്ലേ? നല്ല രസമുണ്ട്. ചാറ്റൽ മഴ വേണ്ടിയത് ശരിക്ക്, പക്ഷെ ചാറ്റൽ മഴ ഇല്ല. എന്താ ഇപ്പൊ ചെയ്യണു? ഈ വണ്ടിക്കാരൻ ഇൻഡിക്കേറ്റർ ഇയാള് ഏത് കാട്ടക്കാ പോണേ? എന്താ ഇയാളീ കാട്ടണോ? വഴിയുണ്ടല്ലേ? ചിലപ്പോ നമ്മളൊന്ന് പോയിക്കോട്ടെ കരുതിങ്ങാണ്ട് അയാള് നിർത്തുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെയാവാ മോനോ? ഇപ്പൊ നമ്മളിതാ മലമ്പുഴയിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ളൊരു പ്രകൃതി രമണീയാണ് ഇപ്പൊ ഇവിടെ. ചൂടുണ്ട് പുറത്ത്, പക്ഷെ നമ്മൾ എ സി കിട്ടുകാണ്ട് ഇങ്ങനെ കാണുന്നോണ്ട് പ്രകൃതി രമണീയായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കള്ളപ്പന്നി ആരെ S24 അൾട്രയിലേ അവിടെ എന്തൊക്കെ നടക്കണെന്ന് സൂം ചെയ്ത് നോക്കുക മോന്. നമ്മുടെ കവിയിലെത്തിക്കാണ്. തെക്കേ മലമ്പുഴ കവിയിൽ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാം. മോനിൽ എന്തൊക്കെ എന്താ അവിടെ പ്രശ്നം? ഫോണ് എത്തിക്കണം. പേനിന്റെ കീസ് കീറിക്ക തന്നെ അത് പറയേ. അതങ്ങനെയല്ല, അത് ഞാൻ ന്യൂജനാക്കി. മറ്റേത് പൈസ കീസിലിട്ട് എല്ലാരും വന്ന് ഇങ്ങനെ കൈ കൊടുക്കും.
നമ്മൾ പൈസ ഉള്ളിൽ സെക്യൂരിറ്റി ആക്കിയിട്ട് അതെ നമ്മളെ അത് ബാങ്കിൽ ശരിയാ വരെ എത്രയും സെക്യൂരിറ്റി ഉണ്ടാവും. ഫോൺ കിട്ടി. ഫോൺ കിട്ടി. അപ്പൊ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ് ഇവിടെ അല്ലേ സനൂപേ? എന്താ എനിക്ക് പറയാല്ലേ, നല്ല രസമുണ്ട്. ആളുകളൊക്കെ അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ. കുഴപ്പമില്ല, നല്ല പക്ഷെ നമുക്ക് ആ പ്രതീക്ഷിച്ച കാലാവസ്ഥ അല്ല. ഒരു പശു ഇങ്ങനെ വരുന്നുണ്ട്, നമ്മളഞ്ഞത്തൊക്കെ എടുക്കുമെന്നില്ല നോക്കണം. ഇല്ല തോന്നുന്നു, ഒഴിഞ്ഞ് പോകുന്നുണ്ട്. ഇതാണ് ഇപ്പം നമ്മളൊക്കെ അവൻ്റെ ഒരു കിടപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഫുള്ള് നല്ല നൈസ് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റപ്പായിട്ട് പോണു. പക്ഷേ ഇതിൻ്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതാ ഇവിടെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കണ്ടോ മല. ഈ സൈഡ് ഫുള്ള് മല, ഈ സൈഡ് ഫുള്ള് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കവ. ഒക്കെ നല്ല രസമായിട്ടില്ലേ, അടിപൊളി, നല്ല നല്ല അടിപൊളി, നല്ല രസമാണ്. പണ്ടത്തെ അതേ മറ്റേ മണ്ണ് വഴി ഇങ്ങനെ പോയി കണ്ട് നമ്മൾ നല്ല അടിപൊളി ഒരു സ്പോട്ടിലേക്ക് എത്തും. ഇവിടെ ചെറിയൊരു കെട്ടുണ്ട്, ഒരു ആൽമരം. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെക്കന്മാർക്കൊക്കെ ഇവിടെ ഇരിക്കാൻ വേണ്ടി കണ്ട സെറ്റപ്പ്. ഇവിടെ ചെക്കന്മാർക്ക് ഇരിക്കാനാക്കാരം, അതിൽ പുറമെ വരുന്ന ആരെങ്കിലേക്കാരം. നല്ല കാറ്റ്, നല്ല ചെറിയ ഇളം കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ക്യൂ പറഞ്ഞ വരുന്നത്. ഇന്നലെ സെറ്റിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ. നല്ല കുഴപ്പമില്ല. ഈ ചെറിയൊരു മഴയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി. നല്ല അടിപൊളി വ്യൂ. ഇവിടെ ഫോട്ടോ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. മോന് പലവിധ പോസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സെനൂപ് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഷാറൂഖ് ഖാനാവ് ഒന്നുകൂടി മോളിൽ കയറ്, ഒന്നുകൂടി മോളിൽ കയറ് മോനോ, കുറച്ചുകൂടി മോളിൽ കയറ്. ആ കയറട്ടെ. ഇല്ലല്ല വൈക്കൊന്നും വീഴൂല. കേറി ജുക്കൊന്നുമില്ല. ഷാറൂഖ് ഖാനോ അസക്കാജൊന്ന് ചെരിച്ച് ആ അങ്ങനെയൊക്കെ അതിന്റെ മോള് അല്ലെടുക്ക നല്ല രസം ഉണ്ടാവും. മറ്റേ ഇതാവ്, അതായത് ഫോട്ടോ എടുക്കാന്ന് അറിയാത്ത രീതിയില് അങ്ങനെ എടുക്ക്. ഞങ്ങളറിയാത്ത പോലെയൊക്കെ രണ്ടാള് നോക്കുന്നുണ്ട്. പറ്റിയോ? ഓ വേറെ സാധനം പറ്റിയോ? ഫോട്ടോ പറ്റിയോ? ഫോട്ടോ കൊണ്ടുപോയി എവിടെ നോക്കട്ടെ? ഓ ഫോട്ടോ പറഞ്ഞ പോലെ ഇങ്ങോട്ട് ഈശായ സാധനം നല്ല രസമുണ്ട്. ഫുള്ളായിട്ടൊന്നും കിട്ടൂല. 0.5 അങ്ങനെ കിട്ടണം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അജ്ജ എവിടുന്ന് എഡിറ്റിങ് കടിച്ചിക്കണേ സെനൂപേ? അജ്ജ എവിടുന്ന് എഡിറ്റിങ് കടിച്ചിക്കണേ? സ്വന്തമായിട്ട് ഇരുന്നിങ്ങനെ ആടുമ്പോ പോകുമ്പോഴൊക്കെ നല്ല സുഖം, നല്ല കാറ്റ്. ഇവിടെ എത്തുമ്പോൾ കുറച്ച് ചൂട്, പിന്നെ ഇവിടുന്ന് വീട് അങ്ങോട്ട് പോകുമ്പോ നല്ല കാറ്റ്. ആഹാ അപ്പൊ നമ്മളൊരു ചോളമൊക്കെ വാങ്ങിക്കണം. ഇത് 3 പീസാക്കി നമ്മളൊന്ന് അടിച്ചു നോക്കണം. മുളകൊക്കെ തേച്ച് ഇതാ